നമസ്തേ, ഞാൻ സുബീഷ്. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മതം മാറി ഭീകരപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ വിട്ടുപോയി IS-ൽ ചേർന്ന 4 യുവതികളെ തിരികെ ഇന്ത്യയിൽ പ്രവേശിപ്പിക്കില്ല. 4 പേരുടെയും ആവശ്യം വിദേശകാര്യ വകുപ്പ് തള്ളി. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട IS ഭീകരരുടെ വിധവകളായ 4 പേർ, നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജേക്കബ്, റഫീല, 4 പേരും അഫ്ഗാനിസ്ഥാനിൽ ജയിലിൽ കഴിയുകയാണ്. 2016-18 കാലയളവിലാണ് മതം മാറി ഭർത്താക്കന്മാർക്കൊപ്പം ഇവർ അഫ്ഗാനിലേക്ക് പോയത്. US സൈനികരുമായി നടന്ന വിവിധ ഏറ്റുമുട്ടലുകളിൽ ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 4 പേരും 2019 ഡിസംബറിൽ അഫ്ഗാൻ പോലീസിന് കീഴടങ്ങി. ഇപ്പോൾ കാബൂളിലെ ജയിലിൽ 4 പേരും IS ആഭിമുഖ്യവും തീവ്ര നിലപാടും തുടരുന്നു എന്ന ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയിലേക്ക് ഇവരെ തിരികെ കൊണ്ടുവരേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചത് എന്നറിയുന്നു. ഒരിക്കൽ മതം മാറി IS-ൽ ചേർന്നവരെ ഇന്ത്യ തിരികെ സ്വീകരിക്കേണ്ടതുണ്ടോ? വിദേശകാര്യ വകുപ്പിൻ്റെ ഈ നിലപാട് എന്തുകൊണ്ട്? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ അലി അക്ബർ, ശ്രീ RV ബാബു, ശ്രീ O അബ്ദുള്ള, ഒപ്പം നിമിഷ ഫാത്തിമയുടെ അമ്മ ശ്രീമതി ബിന്ദു എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. നമുക്ക് ശ്രീമതി ബിന്ദുവിൽ നിന്ന് തന്നെ ഈ ചർച്ച ആരംഭിക്കാം എന്ന് തോന്നുന്നു. ഞാൻ ബിന്ദുവിലേക്ക് പോകുന്നു. ശ്രീമതി ബിന്ദു, ഇന്ന് ഇക്കാര്യത്തിൽ പല മാധ്യമങ്ങളോടും തൻ്റെ പ്രതികരണം ബിന്ദു അറിയിച്ചിരുന്നു. ഒരുപക്ഷെ ഈ ചർച്ചയിൽ അതേ വാദമുഖങ്ങൾ തന്നെ ആവർത്തിക്കേണ്ടിയും വന്നേക്കാം. വാസ്തവത്തിൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ് ശ്രീമതി ബിന്ദു ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്? ആദ്യം തന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞ ആ കഥാശൈലി ഒന്നും കൂടെ ഒന്ന് പറയട്ടെ. കാരണം ഇന്ത്യയിൽ നിന്ന് മതം മാറി പുറത്തേക്ക് പോയി ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു എന്നൊക്കെ പറയുന്ന ആ ഒരു ശൈലി ഉണ്ടല്ലോ, ആരും ഇവിടുന്ന് പോകും മുമ്പേ, അതായത് ഈ നിമിഷ ഫാത്തിമ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, അതിനെ മതം മാറ്റിയത് ഡോക്ടർ സജാദ് സലീം എന്ന് പറഞ്ഞ് നിങ്ങളുടെ മൂക്കിൻ്റെ താഴെ തന്നെ ഇന്നും കേരളത്തിൽ സിജീസ് പിസ കോർണർ എന്ന് പറഞ്ഞ് 2 ഔട്ട്ലെറ്റ് വിജയകരമായി നടത്തി വരുന്ന ഒരുത്തൻ്റെ വീട്ടുകാരുടെയും നിലപാട് കൊണ്ടാണ് എൻ്റെ മകള് മതം മാറേണ്ടി വന്നത്. മനസ്സിലായ? അന്ന് മതം മാറിക്കഴിഞ്ഞ് ഇങ്ങനെ ഒരു അവസ്ഥയെ വരുമ്പോൾ അന്ന് എൻ്റെ കേരള ഗവൺമെൻറ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പെറ്റീഷനും കൊണ്ട് ആദ്യം പോയ ഒരു അമ്മയാണ്. അന്ന് പെറ്റീഷൻ വേണ്ട വിധത്തിൽ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഒരു അപമാനപരമായ, നിങ്ങളെപ്പോലുള്ള ഒരാളിൻ്റെ അപമാനപരമായ ഒരു വാക്ക് ഞാൻ കേൾക്കേണ്ടി വരൂലായിരുന്നു. കാരണം ഞാൻ നല്ല ഒരു നായർ തറവാട്ടിൽ ജനിച്ച, നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ്. അവിടെ നിങ്ങൾ പറയുന്ന ഓരോ ചൊള പോലത്തെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്താണ് കൊള്ളുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നും അവൻ ഇവിടെ കിടന്ന് വിലസുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവനെതിരെ ഒരു കേസ് എടുക്കാൻ പറ്റുമോ? കാരണം അവൻ പറയുന്നുണ്ട് അവൻ സമ്പന്നനാണ്, അവൻ ആരും കൈ തൊടൂലാന്ന്, അവൻ മുജാഹിദീൻ്റെ ആളാണെന്ന്. എന്നിട്ട് ഈ പോകുന്നതിന് മുമ്പും ഞാൻ ഹേബിയസ് കൊടുത്തവളാണ്. ഞാൻ ഹൈക്കോടതി പോയി ഹേബിയസ് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ ജഡ്ജ്മെന്റ് എന്തായിരുന്നു എന്നറിയാമോ? ഈ പെൺകുട്ടിയെ മാസത്തിലൊരിക്കൽ എവരെവിടെ പോകുന്നു വരുന്നു എന്നുള്ള വിവരം കോടതിയെ അറിയിക്കണം എന്നാണ് ആ ജഡ്ജ്മെന്റിലുള്ളത്. അന്ന് നിങ്ങൾ ആ നീതികരമായ കാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അപമാനിതയായി ഒരു വൃത്തികെട്ട ഒരു സംഭാഷണത്തിന് അഭിമുഖീകരിക്കേണ്ട രീതി ഞാൻ ഇരിക്കുമായിരുന്ന? ഇല്ല. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങളിപ്പോൾ പറയുന്നു അഫ്ഗാനിൽ പോയി തീവ്രവാദ ബന്ധം ചെയ്ത് അവിടെ ഭയങ്കര ബഹളങ്ങൾ നടത്തി. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അഫ്ഗാൻ ഗവൺമെന്റ് ഇന്ത്യയോട് പറയുന്നു ഇവരെ ഡീപ്പോർട്ട് ചെയ്തുകൊള്ളാൻ? അപ്പോ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിനല്ല പ്രശ്നം, ഇന്ത്യ ഗവൺമെന്റിനാണ് പ്രശ്നം അല്ലേ? ഞാനും ഹിന്ദു ആണ്. ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഹിന്ദുക്കളെ പുനരുദ്ധരിക്കുന്ന ആൾക്കാരല്ലേ? അപ്പൊ എന്റെ ഹിന്ദുയിസം എവിടെ പോയി?
പിന്നെ നാലാമത്തെ ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞല്ലോ കാബൂൾ ജയിലിൻ്റെ അകത്ത് കിടക്കുന്നവര് ഇന്നും തീവ്രവാദ പരിപാടികളിൽ ഇടപെട്ടിരിക്കുകയാണെന്ന്. അപ്പൊ ജയിലുകളിലാണ് തീവ്രവാദ പരിപാടികൾ തുടങ്ങുന്നത്. അപ്പൊ അത്രയ്ക്ക് ഒരു ശ്രദ്ധ കൊടുക്കാത്ത ഒരു സ്ഥലമാണോ ഈ ജയിലെന്ന് പറയുന്നത്? അപ്പൊ ആ ജയിൽ അധികൃതരും ഇതുപോലുള്ള പെൺപിള്ളേർക്ക് ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത്? വിളിച്ചു വരുത്തി എന്തിനാ അപമാനിക്കുന്നത്? ഞാൻ അപമാനം കേട്ടു. ഞാൻ എല്ലാവരുടെയും ചെളിവാരി എന്റെ തലയിൽ ഇറങ്ങുകയാണ്. ഞാൻ എന്ത് പഴിച്ച്? നിങ്ങളെ ഓരോ പൊളിറ്റീഷ്യന്മാരും ഓരോരോ തവണ വന്ന് ഓരോ വോട്ടും നമ്മൾ ചെയ്യുന്നത് അടുത്ത എന്തൊരു പ്രശ്നം നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വരുമ്പോൾ അവരിൽ ആ പൊളിറ്റീഷ്യൻ വിചാരിച്ചാൽ ഞങ്ങൾ ഈ സ്ട്രഗിളിൽ നിന്ന് കരകയറും എന്ന് വെച്ചിട്ടാണ്. അതല്ലാതെ നിങ്ങൾക്ക് വേണ്ടി വോട്ടിടാൻ വരുന്നത് വെറുതെ അല്ല. എന്നിട്ട് ഇന്ന് അപമാനം മുഴുവൻ കേൾക്കുന്ന ഞാൻ. ഇത് ഇത്രയും ചെയ്തവരെ ആദ്യം ചോദ്യം ചെയ്യേ. ഇത് ഇത്രയും ചെയ്ത് ഇന്നും ഇവിടെ വിലസി നടക്കുന്ന അവരെ ചോദ്യം ചെയ്യേ. പീസ് ഇന്റർനാഷണൽ സ്കൂളാണല്ലോ ഇന്നും ഈ കുട്ടികളെ കയറ്റി വിട്ടു എന്ന് പറയുന്നത്. ആ ആളുകളെ നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്തോ? ഇവളുടെ ക്ലാസ്മേറ്റ് ആയ റഗീബ എന്ന 4 വർഷം കൂടെ താമസിച്ച പെൺകുട്ടി കാസർഗോഡ് വീട്ടിലുണ്ട്. ആ പെണ്ണിനെ ചോദ്യം ചെയ്യുക. കാരണം ആ പെണ്ണാണല്ലോ ഈ നിമിഷ, ഇന്ന് നിങ്ങൾ വിളിക്കുന്ന ഫാത്തിമ എന്ന് പറയുന്ന എന്റെ ചിന്നൂനെ ഈ ചെന്നായ്ക്കൾക്ക് ഇട്ടുകൊടുത്തത്. അത് ചോദ്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? റാഹ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, കോഴിക്കോടുകാരിയാണ്. അവളും ഈ പറഞ്ഞ കാര്യത്തിന് മത പരിവർത്തനത്തിന് കൂട്ടു നിൽക്കുന്നവളാണ്. അപ്പൊ അവരെ ഒന്നും നിങ്ങളെ തൊടൂല. കാരണം എന്തെന്നാ ഭയമുണ്ട് അല്ലേ? അപ്പൊ ഞാനെന്നുള്ള ശ്രീമതി ബിന്ദു ഒരു അമ്മയുടെ വികാരവും ക്ഷോഭവും സങ്കടവും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഈ വാക്കുകൾ ശരിയാണ്. കേരളീയ സമൂഹത്തിന്റെ നെഞ്ചിൽ തറയ്ക്കുന്നവ തന്നെയാണ്. മതം മാറിയവർക്കൊപ്പം. ശ്രീമതി ബിന്ദു പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് മതം മാറ്റിയവരും ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ അപമാനകരമായ സാഹചര്യമെന്ന് ശ്രീമതി ബിന്ദു പറഞ്ഞല്ലോ. അങ്ങനെ ഒരമ്മയെ തള്ളിയിട്ട എല്ലാവരും കുറ്റക്കാർ തന്നെയാണ്. അവർ ആരൊക്കെയാണ്, എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാനാവുക എന്നത് കൂടിയാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. ഞാൻ ബിന്ദുവിലേക്ക് വരാം. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരമ്മയുടെ ക്ഷോഭവും സങ്കടവും വികാരവും നിറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ ഊണില്ലാതെ ഉറക്കമില്ലാതെ ഞാൻ ഇവിടെ അപമാനിതപ്പെട്ട് കിടക്കുമ്പോ ഒരു ഹിന്ദു എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് എന്താ ചെയ്ത്? ഒരു ഹിന്ദു എന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ സംരക്ഷിച്ചോ? ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഹിന്ദുക്കൾ എന്റെ കൂടെ വന്നോ? ഞാൻ ഒറ്റയ്ക്കാണ്. ഈ പറയുന്ന ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും അവർ പോകുന്ന പള്ളിക്കാരെങ്കിലും ഉണ്ട്. എനിക്ക് ആരുമില്ല. ഞാൻ ഇരിക്കുന്ന ഈ കസേരയിൽ മാത്രമേ ഉള്ളൂ. ശരി, ഞാൻ ബിന്ദുവിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, ബിന്ദു ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന ആ ക്ഷോഭവും വൈകാരികതയും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കേരളീയ സമൂഹം മുഴുവൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ബിന്ദുവിലേക്ക് വരാം. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ എന്താണ് ഒരു ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുക? ഇങ്ങനെ ഒരു അപമാനകരമായ സാഹചര്യത്തിലേക്ക് ശ്രീമതി ബിന്ദുവിനെ പോലെയുള്ളവർ തള്ളി മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദികൾ? സുബീഷ്, ഇതിൽ ഞാൻ 2 സാധ്യതകളാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ കാണുന്നത്. ഒന്നാമത്, ഇതിൽ ഔദ്യോഗികമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥിരീകരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വാർത്തകളിൽ കണ്ടിരിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റീ എൻട്രി സാധ്യത അവശേഷിപ്പിക്കുന്നില്ല എന്ന രീതിയിൽ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഞാൻ പറയാം. 2 സാധ്യതകളുണ്ട്. അതിലൊന്ന് തിരികെ വരണ്ട എന്നുള്ളത് തന്നെയാണ്. ഈ തിരികെ വരണ്ട എന്നുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കുന്ന സമയത്ത് അതിന് വളരെ വലിയ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന് എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മറ്റുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഉദാഹരണത്തിന്, ഫ്രാൻസിൽ മുൻപ് ഇതേപോലെ തന്നെ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആൾക്കാർക്ക് ഇതേപോലെ അവരുടെ നാട്ടിലേക്ക് തിരികെ വരുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവന്നവരിൽ 8 പേർ പിന്നീട് നടന്ന പാരീസ് ആക്രമണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇതൊരു വസ്തുതയാണ്. മറ്റൊന്ന്, എല്ലാവിധ ജനാധിപത്യ അവകാശങ്ങൾക്കും പൗരാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും ഏറ്റവും കൂടുതൽ മൂല്യം നൽകുന്ന നമ്മുടെ ഭരണഘടന പോലും ഒരു പക്ഷേ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരായിരുന്ന അവരുടെ ഭാഗത്ത്, പൂർവികരെന്ന് പറയുമ്പോൾ ഭരണത്തിന്റെ കാര്യത്തിൽ പൂർവികരായിരുന്ന ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ തന്നെ ആർജിച്ച ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും ഈ നാട്ടിലുണ്ട്. അത് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങളുള്ള, നമുക്ക് നിയമങ്ങൾ തന്നിട്ട് പോയ ബ്രിട്ടൻ തന്നെ ഇന്ന് പിന്തുടരുന്ന ചില നയങ്ങളുണ്ട്. ആ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ
15 വയസ്സുള്ള ഷമീമ ബീഗം എന്നയൊരാൾ 15ാമത്തെ വയസ്സിൽ ഇതേപോലെ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് ചേർന്ന് പോയ ആളിനെ പിന്നീട് തിരികെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത ആദ്യം പരിഗണിക്കുകയും അവസാനം അങ്ങനെ ഒരു തിരികെ ആളെ കൊണ്ടുവരേണ്ട എന്ന് കരുതി ആളിന്റെ പൗരത്വം തന്നെ ആ രാജ്യം റദ്ദ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ പൗരത്വം റദ്ദ് ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണത് വന്നിരിക്കുന്നത്, വാർത്തയുമായിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ട് സാഹചര്യങ്ങളുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങൾ ഒരു ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇന്ന് തീവ്രവാദ ഭീഷണി ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു രാജ്യത്തിന്റെ മുന്നിലുള്ള പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇതിന്റെ സാഹചര്യത്തിൽ ഒരുപക്ഷെ കേന്ദ്രം ഈ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് പോകുമ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ആളൊരു ഇന്ത്യൻ പൗരത്വമുള്ളയാളാണ്, അല്ലെങ്കിൽ ഈ 4 പേരും ഇന്ത്യൻ പൗരത്വമുള്ള ആൾക്കാരാണ്, സ്ത്രീകളാണ്. അങ്ങനെ ഒരുപാട് മനുഷ്യാവകാശം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും തന്നെ അവിടെ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതികളിൽ ഹർജികളൊക്കെ വീട്ടുകാരുടെയും മറ്റുള്ള ആൾക്കാരുടെയും ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ തിരികെ വരുന്ന ആൾക്കാരെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നാലുള്ള സാധ്യത എന്താണ്? നമുക്കറിയാം, ഇവിടെ CRPC ആൾക്കാർ പറയുന്നുണ്ട് 188ാമത്തെ വകുപ്പുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തി പുറം രാജ്യത്ത് ചെയ്തിരിക്കുന്ന ഒരു ക്രൈമിനെ പോലും ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ക്രൈമായി കണ്ടുകൊണ്ട് ഇവിടെ വിചാരണ ചെയ്യാനും ശിക്ഷ നൽകാനും എല്ലാമുള്ള സാഹചര്യം ഇവിടെയുണ്ട്. അത് പരിഗണിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും ഇവരെ ഇവിടേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഒരു പക്ഷേ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ടാമത്തെ മാർഗം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പൗരത്വം ഇതിനോടകം റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയില്ല, സ്ഥിരീകരണമില്ല. ഒരുപക്ഷെ ഇവിടെ നിമിഷ എന്ന കുട്ടിയുടെ അമ്മ ഇവിടെയുണ്ട്, അവർക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചേക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് പൗരത്വം ഇതുവരെ റദ്ദ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും അവരുടെ പാസ്പോർട്ട് ഒരുപക്ഷെ മരവിപ്പിച്ചിട്ടുണ്ടാകാം. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധ്യത, തിരികെ വന്നു കഴിഞ്ഞാലും മനുഷ്യാവകാശം എന്നൊക്കെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് അതേ രീതിയിൽ ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇവിടെ സംസാരിച്ചപ്പോ ഈ നിമിഷ എന്ന കുട്ടിയുടെ അമ്മ ഇവിടെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ കേട്ടത്, എന്ത് തരത്തിലുള്ള തീവ്രവാദം ചെയ്തു എന്ന രീതിയിൽ സംസാരിക്കുന്നത് കേട്ടു. എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് NIA-യുടെ, ദേശീയ അന്വേഷണ ഏജൻസി NIA-യുടെ ലിസ്റ്റിലുള്ള മോസ്റ്റ് വാണ്ടഡ് എന്ന ലിസ്റ്റിലുള്ള ആൾക്കാരുടെ വിവരമാണ്. അതിൽ വളരെ കൃത്യമായിട്ട് നിമിഷ അഥവാ ഫാത്തിമ ഈസ എന്ന പേരിൽ കൊടുത്തിട്ടുണ്ട്, അഡ്രസ് കൊടുത്തിട്ടുണ്ട്. RC03/2016/NIA/KOC എന്ന പേരിലാണ് വാണ്ടഡ് നോട്ടിഫിക്കേഷൻ ഉള്ളത്. രാജ്യത്ത് നിന്ന് അബ്സ്കോണ്ടിങ് ആണെന്നുണ്ട്. പോയിരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓർഗനൈസേഷൻ ജിഹാദി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് രാജ്യത്തെ NIA എന്ന് പറയുന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഈ രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റങ്ങൾ, തീവ്രവാദം ഒക്കെ അന്വേഷിക്കുന്ന ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലുള്ള പബ്ലിക് ഇൻഫർമേഷൻ ആണ്. അതിൽ ഈ കുട്ടിയുടെ ഫോട്ടോഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഒപ്പം ഓർഗനൈസേഷൻ ജിഹാദി എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാജ്യം നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും ജിഹാദി എന്ന രീതിയിലാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ കൂടി പറയാം. ഒന്ന്, ഇവിടെ നേരത്തെ പറഞ്ഞു ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് പരാതി കൊടുത്തിരുന്നു ഒക്കെ പറഞ്ഞു, ശരിയാണ്. പക്ഷെ അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട ചോദ്യം, ഈ ആൾ അബ്സ്കോണ്ടിങ് എന്ന് ഈ NIA-യുടെ സൈറ്റിൽ പറയുന്നു, ആ ആളിനെ തട്ടിക്കൊണ്ടു പോയതാണോ അതോ ആ ആൾ സ്വമേധയാ പോയതാണോ എന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നം. ഞാൻ തന്നെ ഈ നിമിഷയുടെ അമ്മയുടെ ഒരു TV ബൈറ്റ് കണ്ടതിൽ പറഞ്ഞിരുന്നത്, അവസാനമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് 2 വർഷം മുമ്പ് 2019 എന്ന് പറഞ്ഞു. അതും എന്ത് കഴിച്ചു, ഞാൻ ഇന്നത് കഴിച്ചു എന്നൊക്കെയുള്ള ചില കുശലാന്വേഷണങ്ങൾ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയത് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായും തട്ടിക്കൊണ്ടുപോയ ഒരാൾ എന്ന രീതിയിൽ വിമോചനം കിട്ടണം, അല്ലെങ്കിൽ അവിടെ നിന്ന് വിടുതൽ ലഭിക്കണം, അതിന് ഗവൺമെന്റ് മാർഗത്തിൽ കൂടി പോകണം എന്ന രീതിയിലുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടായതായിട്ട് ആ മാതാവ് പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ആ മാതാവിന് അത് തിരുത്താവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ആൾക്കാരെ തിരികെ കൊണ്ടുവരുന്നതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റിസ്കുകളാണ്. കാരണം ഇവിടെ നമ്മൾ എപ്പോഴും ഈ കൊടുക്കുന്ന ഒരു നറേറ്റീവ്, 4 വ്യക്തികൾ ഇവിടെ ഉണ്ടായിരുന്നു, ആ 4 വ്യക്തികൾ IS-ൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പോയി, അവരുടെ ഭാര്യമാരായിട്ട് ഇവരെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. പക്ഷെ നിയമത്തിന്റെ മുന്നിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. നിയമത്തിന് മുന്നിൽ കാണുന്നത് 8 ഇന്ത്യൻ പൗരന്മാരാണ്. 8 ഇന്ത്യൻ സിറ്റിസൺസ് ജിഹാദി ഓർഗനൈസേഷന് വേണ്ടി, ഗവൺമെന്റിന്റെ സോഴ്സിൽ നിന്നാണ് ഞാൻ പറയുന്നത്, ജിഹാദി പ്രവർത്തനത്തിന് വേണ്ടി 8 ഇന്ത്യൻ പൗരന്മാർ വിദേശത്തേക്ക് കടന്നു എന്ന് മാത്രമേ കരുതാൻ കഴിയുകയുള്ളൂ. അപ്പൊ അവിടെ ഒരാൾ മറ്റേയാളിന്റെ ഭാര്യയാണ് എന്ന് പറയുന്നതിനപ്പുറം നിയമത്തിന് മുന്നിൽ ഇൻഡിവിജ്വൽസ് ആണ്. ഓരോ ഇൻഡിവിജ്വലിനെയും ഇവിടെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ജിഹാദി ഓർഗനൈസേഷനിൽ ഉൾപ്പെടുന്നയാളെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മാതൃസംഘടന, അല്ലെങ്കിൽ ഇവർ ഏത് സംഘടനയിലേക്കാണ് പോയിട്ടുള്ളത് എന്നും ആ സംഘടനയുടെ നിലപാട് എന്താണ് എന്നുള്ളതും പ്രസക്തമാണ്. നമുക്കറിയാമല്ലോ, അബൂബക്കർ അൽ ബാഗ്ദാദി മരിക്കുന്ന സമയത്ത്
അദ്ദേഹം പറഞ്ഞിരുന്നത് തന്നെ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു അന്ത്യ സന്ദേശം എന്ന് പറയുന്നത് തന്നെ, ഈ ഓർഗനൈസേഷനിൽ പെട്ട് ഇപ്പോൾ ഉള്ള ആൾക്കാരെല്ലാം നിങ്ങളുടെ രാജ്യത്തേക്ക് കഴിയുമെങ്കിൽ മടങ്ങിപ്പോവുക, നിങ്ങൾ അവിടെ നിന്ന് പ്രവർത്തനങ്ങൾ നടത്തുക എന്നാണ്. അപ്പൊ സ്വാഭാവികമായും ഈ രീതിയിൽ പോയിരിക്കുന്ന, നമ്മുടെ രാജ്യം തന്നെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഒരാളിനെ തിരികെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായും ഒരുപാട് റിസ്കുകളുണ്ട്. അങ്ങനെയുള്ള റിസ്കുകളെ കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ NIA കസ്റ്റഡിയിലാകും. അപ്പോൾ അതിൽ എത്ര കാലത്തേക്ക് അവർക്ക് തടവിൽ വെക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളാണ്. അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഒരുപക്ഷെ രാജ്യം അതിലേക്ക് പോയേക്കാം. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന മാനുഷിക പരിഗണനകളോ നമുക്ക് ഈ പറയുന്ന അവർക്ക് കിട്ടേണ്ട മനുഷ്യാവകാശമോ എന്നതൊന്നും തന്നെ തീവ്രവാദ സംഘടനയിൽ ജോയിൻ ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങളെ ഫർദർ ചെയ്യുന്നതിന് വേണ്ടി പോയിരിക്കുന്ന ഒരാളും അർഹിക്കുന്നില്ല എന്നുള്ളത് ഈ രാജ്യത്തെ നിയമമാണ്. ഈ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതാണ്. നമ്മുടെ എല്ലാ നാട്ടിലും നമുക്ക് മാതാപിതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ശരിയായ മാർഗത്തിൽ വളർത്തുക. അതിനുശേഷം ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുക്കേണ്ടുന്ന അല്ലെങ്കിൽ ഒരു ഹേബിയസ് ഫയൽ ചെയ്യേണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അബ്സ്കോണ്ടിങ് ആണ് എന്ന് സർക്കാർ തന്നെ പറയുന്നു. അബ്സ്കോണ്ടിങ് ആയിരുന്ന ഒരാൾ ഇവിടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായി ശ്രമിച്ചോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം രാജ്യത്തിന്റെ സുരക്ഷയാണ്. അതിനെ ബലി കഴിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യാവകാശവും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ശരിയാണ്. ഒരു കുടുംബത്തിന്റെ വൈകാരികതയും സങ്കടവും ക്ഷോഭവും ഒക്കെയാണ് ഒരു വശത്ത്. പക്ഷേ അതിനപ്പുറത്ത് രാജ്യ താല്പര്യങ്ങൾ, രാജ്യസുരക്ഷ ഇതെല്ലാം പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇപ്രകാരം അനേകം കുടുംബങ്ങൾ ചേർന്നതാണല്ലോ സമൂഹം. അപ്പോൾ സമൂഹത്തിൻ്റെ താല്പര്യവും സമൂഹത്തിൻ്റെ സുരക്ഷയും ശ്രീജിത്ത് പണിക്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. എങ്കിലും മനുഷ്യാവകാശത്തിൻ്റെ തരിമ്പെങ്കിലും ഇവർ അർഹിക്കുന്നുണ്ടോ, അത് അനിവാര്യമാണോ ഈ വിഷയത്തിൽ എന്നത് പരിശോധിക്കാം. മറ്റു അതിഥികളിലേക്ക് പോകാം. ആദ്യ ഇടവേളയ്ക്ക് ശേഷം ജനറൽ ഡിബേറ്റ് തുടരുന്നു. ചർച്ചയിലേക്ക് തിരിച്ചെത്തുമ്പോൾ നിമിഷയുടെ അമ്മ ശ്രീമതി ബിന്ദുവിന് ഈ ചർച്ചയിൽ തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നേരത്തെ അതിവൈകാരികമായി തന്നെ അവർ സംസാരിച്ചിരുന്നു. അതിനെ തുടർന്ന് ചെറിയൊരു തലകറക്കം അനുഭവപ്പെട്ട് ഇപ്പോൾ വിശ്രമത്തിലാണ്. ശ്രീ ഒ അബ്ദുള്ള, നേരത്തെ ശ്രീജിത്ത് പണിക്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിഷയത്തിൽ ഭരണഘടന ഒരു പൗരന്, ഒരു വ്യക്തിക്ക് അനുവദിക്കുന്ന അനിവാര്യമായ പ്രാഥമികമായ മനുഷ്യാവകാശത്തിൻ്റെ ആനുകൂല്യം ഈ 4 പേരും അർഹിക്കുന്നുണ്ട്. അല്ല, ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നിമിഷ ഫാത്തിമയുടെ മാതാവിന് തലകറക്കം അനുഭവപ്പെട്ടു. യഥാർത്ഥത്തിൽ അവരുടെ മാത്രമല്ല, നേരെ ചിന്തിക്കുന്ന ആർക്കും ഇത്തരത്തിലുള്ളതായ വേദനകളുണ്ടാവും. തീർച്ചയായിട്ടും അവരുടെ മകളാണ്. ഈ കാര്യത്തിൽ അവർ നേരത്തെ പറഞ്ഞതായ സർക്കാർ, അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ ഇത്തരം പ്രശ്നം കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ടൊരു നടപടി ഉണ്ടായില്ല? ഇത് കാര്യമായി ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? ഇവിടെ 10-20 കോടിയിലധികം മുസ്ലിങ്ങളുണ്ട്. ഈ മുസ്ലിങ്ങളിൽ ഇത്രയും കുറഞ്ഞതായ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന, അതിനെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലാത്തതായ, എവിടെയാണ് യുദ്ധം ചെയ്യേണ്ടത്, ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്, യുദ്ധം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെ ആയിരിക്കണം? അപ്പോൾ പ്രവാചകൻ 10 കൊല്ലക്കാലം മക്കയിൽ കഠിനമായ പീഡനങ്ങളും ഊരുവിലക്കും അതുപോലത്തെ പലതും ഉപരോധവും സഹിച്ചക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. എന്നിട്ട് അദ്ദേഹം പിന്നീട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അവിടെയും വിഷമാണെന്ന് കണ്ടപ്പോൾ മാത്രമാണ് ഇതിനെയൊക്കാത്തിന് പിസബില്ല എന്ന ഒരുമോ അക്രമത്തിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചടിക്കാം, എന്നാൽ നിങ്ങളെ നാട്ടിപ്പുറത്താക്കുകയോ നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ ചെയ്യാത്തവരോട് നിങ്ങൾ വളരെ മാന്യമായിട്ടായിരിക്കണം പെരുമാറേണ്ടത്, നിങ്ങൾ അവരോടൊന്നും ചെയ്യാൻ പോകരുത് എന്നൊക്കെയുള്ള വചനങ്ങൾ അടങ്ങിയതായ ഒരു വിശുദ്ധ ഖുർആൻ്റെ പ്രാഥമികമായൊരു പാഠമെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും എല്ലാവിധ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുരുക്കം ചില ആൾക്കാരെ, ഏതോ ചില പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അതുപോലത്തെ ആൾക്കാർ വഴിപേപ്പിക്കുമ്പോൾ ആ കാര്യം ഒരു മാതാവ് ചെന്ന് മന്ത്രിയോട് പറഞ്ഞിട്ട് അനങ്ങിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 2, ഇപ്പോഴും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല. കാലങ്ങളായി ആ വിഷയം ഇവിടുന്ന് പോകുന്നു. ഈ നിമിഷ ഫാത്തിമയുടെ മാതാവ് എപ്പോഴെങ്കിലും ഒരു ഇതിൽ ചാനലിന് മുമ്പിൽ വന്ന് കരയുമ്പോൾ മാത്രമാണ് നമ്മളത് അറിയുന്നത്. എന്തുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ആരാണ്? നമ്മളിപ്പോൾ ഈ എക്സ്ട്രീം ഗ്രൂപ്പ്, തീവ്രവാദി സംഘടനകൾ എന്നൊക്കെ പറയുന്നതായ അറിയപ്പെടുന്ന ആ രീതിയിലുള്ള സംഘടനകളൊന്നുമല്ല. ഇതല്ലാത്ത മതപരമായ കാര്യങ്ങളെ വളരെ എന്താ പറയുക അസഹിഷ്ണുതയോടുകൂടി, ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രവാചകൻ്റെ ഒരു വചനമുണ്ട്, നിങ്ങൾ വലത്തെ കൈ കൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കുന്നത്.
ഇതിൽപ്പെട്ടതായ ചില ആൾക്കാർ ഭക്ഷണം പിന്നെ കൈകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കെ വെള്ളം കുടിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടത്തെ കൈ കൊണ്ട് അവരെ കാണാൻ ഗ്ലാസ് എടുക്കാൻ പാടില്ല, ഇടത്തെ കൈ കൊണ്ട് കഴിക്കാൻ പാടില്ല. ഞാനൊക്കെ ഈ ചാനലിലൊക്കെ വരുമ്പോൾ തന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ എന്താ ഇടത്തെ കൈ ഉപയോഗിക്കുന്നത്? അമ്മാതിരി തീവ്രത. ഇതാണ് യഥാർത്ഥ തീവ്രത. ഞാനൊന്നും പറയുന്ന ഈ തീവ്രതയിലുള്ളതാണ്. ഈ വിശദാംശങ്ങളിൽ കടന്ന് വിട്ടുവീഴ്ച എന്താണെന്നറിയാതെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാതെ തീവ്രത കാണിക്കുന്നു. അതിനെ സംബന്ധിച്ച് ശരിയായ ഒരു അന്വേഷണം നടത്തിയിട്ട് ഇതിൻ്റെ ആൾക്കാരാരാണെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. പകരം ഈ കുട്ടികൾ അവിടെ പോയി പെട്ടി ഞാൻ മനസ്സിലാക്കുന്നില്ല. നിഷ ഫാത്തിമയും മറ്റും യുദ്ധം ചെയ്യൽ അനിവാര്യമാണ്, അത് അമേരിക്കയോടായിരിക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഖുറാസാൻ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിക്കുന്ന അവിടെ പോയി താമസിച്ചാലേ ഒരാൾ ശരിയായ മുസ്ലിം ആവുള്ളൂ. പ്രവാചകൻ്റെ കാലത്ത് തന്നെ പലായനം തുടങ്ങിയിട്ടുണ്ട്. അത് മുസ്ലിം രാഷ്ട്രത്തിലേക്കല്ല. പ്രവാചകൻ വരുന്നതിന് മുമ്പ് മുസ്ലിം രാഷ്ട്രം ഉണ്ടാകുന്നത് അബ്സീനിയ, ഹബിഷ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടെ നജ്ജാഷി എന്ന് പറഞ്ഞ ആളാണ് ഭരിക്കുന്നത്, ക്രിസ്ത്യാനി. അവിടെ പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ നജാഷി രാജാവ് വരെ വിളിപ്പിച്ചു, നിങ്ങൾ ആശയങ്ങൾ എന്താ, മര്യാദക്ക് വിട്ടു. കേൾക്കുന്നതനുസരിച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക രാജ്യത്തെ ജീവിച്ചുകൂടൂ, ഇസ്ലാമിക ഭരണത്തിലെ അവർക്ക് പുലർന്നുകൂടൂ എവിടെയുമില്ല. എവിടെയെങ്കിലും ഒരാൾ ഇസ്ലാമിന് വിരുദ്ധനാണ് വിചാരിച്ച് അവരോട് യുദ്ധം ചെയ്യാനും ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല. 3, ഈ പെൺകുട്ടികൾ മിക്കവാറും വഴിവേൽപ്പിക്കപ്പെട്ടവരാണ്. അവരുടെ ഭർത്താക്കന്മാരാൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഊഹിക്കാം. ഈ അഭിപ്രായം അനുസരിച്ച് അവരൊക്കെ മരിച്ചു എന്നാണ് ഇപ്പം ഇന്ത്യയിലെ റിപ്പോർട്ടിൽ അനുസരിച്ച് കാണുന്നത്. ഈ പെൺകുട്ടികളാണെങ്കിൽ അവിടെ തടവറയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്. അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമെങ്കിൽ, അഥവാ ഇവിടെ വന്നിട്ട് അവർ ഇന്ത്യൻ ജയിലിൽ താമസിപ്പിക്കണം. അഫ്ഗാനിസ്ഥാൻ അവരോട് കൊണ്ടുപോകാനാണ് പറഞ്ഞത്, ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ടെങ്കിൽ അവരെ ജയിലിൽ താമസിപ്പിക്കണം. വിട്ടുവീഴ്ച ചെയ്ത ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഇറ്റലിക്കാരായ നാവികന്മാർ ആൾക്കാർ 2 മീൻപിടുത്തക്കാരെ വെടിവെച്ച് കൊന്നു. ഒരു കാരണമില്ല, തമാശ. എന്നിപ്പോൾ ഇന്നത്തെ വന്ന വിധി എന്താ? നഷ്ടപരിഹാരം നൽകാനാണ് വിധി. അപ്പോൾ അവർ 2 ആൾ വിട്ടാക്കി ചെയ്തു. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ ഈ കടലിൽ ഇതെല്ലാം മര്യാദ പാലിക്കാതെ ആൾക്കാർ വെടിവെച്ച് കൊല്ലുന്ന ആൾക്കാർ വിട്ടേക്കാൻ വ്യവസ്ഥയുണ്ടെങ്കിൽ അതുപോലൊക്കെ തെറ്റ് ചെയ്ത ആൾക്കാരെ സ്വീകരിക്കാനുള്ള വ്യവസ്ഥയും വേണ്ടേ? ഞാൻ വേണ്ടി വാദിക്കല്ല. ആ പാവങ്ങൾ ഈ നിഷാ ഫാത്തിമനെ പോലൊക്കെ മാതാക്കൾ ഇങ്ങനെ കരഞ്ഞോട് നടക്കേണ്ടി വരുമോ? അപ്പം അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ പറ്റുമെങ്കിൽ അക്കാര്യത്തിൽ സാധിക്കുമെങ്കിൽ വിട്ടുവീഴ്ചയോടെയുള്ള ഒരു മനോഭാവം കേന്ദ്ര സർക്കാരിന് ഉണ്ടാകണം എന്നാണ് അങ്ങ് ആവശ്യപ്പെടുന്നത്. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, അവർ തിരിച്ചു വരേണ്ടവരാണ് എന്ന് തന്നെയാണോ അങ്ങയുടെ അഭിപ്രായം? ശ്രീ അബ്ദുള്ള. അവർ വഴിവേൽപ്പിക്കപ്പെട്ടവരാവാനാണ് സാധ്യത. കാരണം ഇസ്ലാമിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഒരു ഉദ്യമത്തിന് മുതിർന്നവരല്ല അവർ. ഞങ്ങൾക്കൊന്നും അറിയാത്ത അത്ര കാര്യങ്ങൾ, ഞാനൊക്കെ ഇതിൽ ജനിച്ചവനും ഇത് തന്നെ പഠിച്ചവനും ഇത് പഠിപ്പിക്കുന്നവനാണ്. ഞങ്ങളൊന്നും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടർ മിസ്ലീഡിങ്. അതുകൊണ്ട് അവർക്ക് ഒരു നൽകിക്കൊണ്ട് അവർ വരണം. അതുപോലെ വരുന്നൊരു അക്രമം കാണിക്കാനല്ല, വേണമെങ്കിൽ അവരെ ജയിലിടാം, അല്ലെങ്കിൽ വേറെ പലതരക്കും. ഇപ്പം ഇന്നലെ ഒരു 10 കൊല്ലം ഒരു കാമുകിയെ നമുക്ക് ഒരു വീട്ടിൻ്റെ ഒറ്റയ്ക്കൊരു മുറിയിൽ പാർപ്പിക്കാനൊക്കെ ഉള്ള കഴിവും അത് നമ്മൾ വിശ്വസിക്കാനുള്ളതായ ഒരു ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ ഇവരെ 4 ആളെ നമ്മൾ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ശരി, ഏതോ ചിലരുടെ പ്രേരണയാൽ വശംവദരായി പിന്നീട് രാജ്യം വിട്ടു പോകേണ്ടി വന്ന വഴിതെറ്റിപ്പോയവരാണ്. അവരോട് കുറച്ചുകൂടി വിട്ടുവീഴ്ചയോടെ രാജ്യം ഇടപെടേണ്ടതുണ്ട്, പെരുമാറേണ്ടതുണ്ട് എന്നാണ് ഷിയോ അബ്ദുള്ള, മുതിർന്ന മാധ്യമപ്രവർത്തകനായ അദ്ദേഹം ഈ ചർച്ചയിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്. ഞാൻ വീണ്ടും ഇടവേളയിലേക്ക് പോവുകയാണ്. അതിനുശേഷം ശ്രീ അലി അക്ബറിലേക്കും ശ്രീ RV ബാബുവിലേക്കും തിരിച്ചെത്തും. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ അലി അക്ബർ, നേരത്തെ ശ്രീ അബ്ദുള്ള ചൂണ്ടിക്കാണിച്ചതുപോലെ ഇക്കാര്യത്തിൽ അല്പം വിട്ടുവീഴ്ചയോടുകൂടിയ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ടോ? അങ്ങനെയെങ്കിൽ അജ്മൽ കസബിനും നമുക്ക് വിട്ടുവീഴ്ച ആവാമായിരുന്നു. അദ്ദേഹത്തിനെയും നമുക്ക് കൊല്ലേണ്ടിയിരുന്നില്ല. അതിനു മുമ്പ് നമുക്ക് നിമിഷയുടെ അമ്മയുടെ ദുഃഖം നമുക്ക് സ്വീകരിക്കണം. അവരുടെ ക്ഷോഭം, ആ ക്ഷോഭം കണ്ട് മുഖം താഴ്ത്തേണ്ടുന്നത് ഒന്ന് ഇവിടുത്തെ ഭരണകൂടമാണ്. പിണറായി വിജയനും മുഖം കുനിക്കണം, ഉമ്മൻചാണ്ടിയും മുഖം കുനിക്കണം, ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളെല്ലാം മുഖം കുനിക്കണം. കാരണം നമ്മളെന്നും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ജിഹാദിസം ഉണ്ടെന്നും ലവ് ജിഹാദ് ഉണ്ടെന്നും ഇവിടുത്തെ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി ഇങ്ങനെയുള്ള വിസ്ഫോടനങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നുണ്ടെന്നും നിരന്തരമായി മുറവിളി കൂട്ടിയപ്പോഴെല്ലാം അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ സംഗതിയേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ മൂടി വെച്ച ആളുകളാണ് ഇവരൊക്കെ. അതുകൊണ്ട് അവരുടെ തല കുനിഞ്ഞു തന്നെ നിൽക്കണം ഈ അമ്മയുടെ മുമ്പിൽ. അപ്പോൾ ആ അമ്മ പറഞ്ഞതിൽ രണ്ടാമത്തെ കാര്യത്തിൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല.
ഒരു കാരണവശാലും ഇന്ത്യ അവരെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കാശ്മീരിൽ ഇവിടുന്ന് മലയാളികളായിട്ടുള്ള കുറേ ആൾക്കാർ വെടിയേറ്റ് മരിച്ചപ്പോൾ ഒരു ഉമ്മ പറഞ്ഞ വാക്കുണ്ടല്ലോ, എനിക്ക് അവൻ്റെ ശവശരീരം കാണണ്ട, എനിക്ക് അവൻ്റെ മൃതദേഹം കാണണ്ട എന്ന് പറഞ്ഞ അങ്ങനെ ഉമ്മയും ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം നിമിഷയുടെ അമ്മ അവരുടെ മകളെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നു. നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, നൂറുകണക്കിന് മനുഷ്യർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അച്ഛനും ഉണ്ടായിരുന്നു, അമ്മയും ഉണ്ടായിരുന്നു. ഇതേ മാതൃവികാരം അവർക്കുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മൾ കണ്ടത് ഒരു പള്ളിക്കകത്ത് സ്ഫോടനം നടന്നത്. അതിന് തൊട്ട് മുമ്പ് ഒരു സ്കൂളിനകത്ത് സ്ഫോടനം നടന്നു. നൂറുകണക്കിന് കുട്ടികൾ ചിന്നിച്ചിതറിപ്പോയി. അവർക്കൊന്നും അച്ഛനും അമ്മയില്ലേ? അവരെക്കുറിച്ച് എന്താണ് ആലോചിക്കാത്തത്? എൻ്റെ കുഞ്ഞ് എന്നുള്ളത് നമുക്ക് ആ സ്വാർത്ഥത ഉണ്ടാവാം. പക്ഷേ ഈ പറഞ്ഞ ആളുകൾ പോയി കൊന്നൊടുക്കിയ മനുഷ്യരെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. പിന്നെ ഈ ജിഹാദിസത്തിനെ അത്ര ലഘുവായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇത് ഒരു വിശുദ്ധ യുദ്ധം തന്നെയാണ്. അത് മതം പഠിപ്പിക്കുന്നതാണ്. ഇവിടെ പീസ് സ്കൂളിൽ അക്ബർ പഠിപ്പിച്ചില്ലേ, നമസ്കരിക്കാത്തവനെ കൊല്ലണമെന്ന് ഇപ്പോഴും പഠിപ്പിക്കുന്നില്ലേ? ഇപ്പോഴും ഖുറാനിൽ പറയുന്നില്ലേ യഹൂദിയെയും ക്രിസ്ത്യാനിയെയും നിങ്ങൾ സുഹൃത്തുക്കളായി സ്വീകരിക്കരുതെന്ന്? ആ ആയത്തുകൾ മാറ്റിയിട്ടുണ്ടോ? ഇപ്പോഴും ഖുറാനിൽ പറയുന്നില്ലേ അവിശ്വാസിയെ നീ കഴുത്തിന് വെട്ടിക്കോ എന്ന് പറയുന്നില്ലേ? അപ്പോൾ അത്തരം വാക്കുകൾ എടുത്ത് അതിനെ മാത്രം പഠിപ്പിച്ച് ഇസ്ലാം എന്ന മതത്തിന്റെ സത്ത പറയില്ല. നീ മറ്റുള്ളവർക്ക് അലി അക്ബർ, ശ്രീ ഒ അബ്ദുള്ള ഇടപെടുന്നുണ്ട്. താങ്കൾ പറഞ്ഞതിൽ അദ്ദേഹത്തിന് എന്തോ വിയോജിപ്പുണ്ട്. ഇല്ല, അപ്പൊ സമ്മതിക്കരുത്. ഞാൻ അദ്ദേഹം സംസാരിച്ചപ്പോ പറയുന്നില്ല ഇസ്ലാമിലെ മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് പറയുന്നുണ്ട്. സൗദി അറേബ്യയിലും ഗൾഫിലൊക്കെ ഞാൻ അവസരം നൽകാം. ശ്രീ അലി അക്ബർ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് ഈ വിഡിത്തങ്ങനെ കുറെ കാലമായി ശരി അല്ല ശ്രീ അലി അക്ബർ പറഞ്ഞതിൽ താങ്കൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഞാൻ പറയാൻ അവസരം നൽകാം. ശ്രീ അബ്ദുള്ള, എത്ര ആളുണ്ട് സൗദി അറേബ്യയിലും മറ്റു രാജ്യങ്ങളൊക്കെ അവർക്ക് മുസ്ലിങ്ങളല്ലേ? ഞാൻ അവസരം നൽകാം. അലി അക്ബർ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ ജിഹാദികളെ വളർത്തുന്നതിൽ ഒന്നാമത്തെ ആളാണ് ഈ അബ്ദുള്ള പോലെയുള്ള. സത്യം പറയാൻ സമ്മതിക്കില്ല. സത്യം പറയാൻ സമ്മതിക്കില്ല. അദ്ദേഹം സംസാരിച്ചപ്പോ ഞാൻ അതിൽ ഇടപെട്ടിട്ടില്ല. അപ്പൊ ഈ മാന്യത ഇല്ലാത്ത ആളുകൾ, ഇത്തരം ആളുകൾ ഈ പുഞ്ചിരിച്ചുകൊണ്ട് ഈ ജിഹാദികളെ കൈപിടിച്ചു അല്ല പറയട്ടെ. ശ്രീ അബ്ദുള്ള അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ശ്രീ അബ്ദുള്ള പറയുമ്പോഴൊന്നും ആരും ഇടപെട്ടില്ല, ഞാനും തടസ്സപ്പെടുത്തിയില്ല. മുഴുവൻ കേട്ടിരുന്നു. ആ ആനുകൂല്യം ദയവ് ചെയ്ത് ശ്രീ അലി അക്ബർക്ക് നൽകുക. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം താങ്കൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. ഇപ്പോൾ അലി അക്ബർ തീർച്ചയായും അല്ല, മുഴുവൻ കാര്യത്തിൽ വിയോജിപ്പാണ് അദ്ദേഹം പറയുന്നത്. ശരി പറയട്ടെ. അല്പം സഹിഷ്ണുത ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ അലി അക്ബർ കംപ്ലീറ്റ് ചെയ്യൂ. നിങ്ങൾക്കൊക്കെ മലയാള പരിഭാഷ പറയട്ടെ. ആ വിശുദ്ധ ഖുർആനിൽ ഞാൻ പറഞ്ഞതല്ല, ആ വിശുദ്ധ ഖുർആനിൽ ഉള്ളതാണോ ഈ പറയുന്ന ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും യഹൂദികളെയും സുഹൃത്തുക്കളാക്കി വെക്കരുത്, അവർ തങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരും വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം, കൊന്നുകൊണ്ടിരിക്കണം? ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ പഠിച്ച ഖുർആനല്ല. ഇപ്പോൾ ഇത് നമുക്ക് എല്ലാവരുടെ കയ്യിലും കിട്ടുന്ന സംഗതിയാണ്. ഒന്ന് രണ്ടോ മൂന്നോ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പദങ്ങൾ അതിനകത്തുണ്ട്. അടുത്ത കാലത്ത് കോടതി പോയപ്പോൾ കോടതി അത് അംഗീകരിച്ചില്ല പോട്ടെ, കാരണം മതഗ്രന്ഥങ്ങളിൽ ഇടപെടാനുള്ള അവകാശം നമുക്കില്ല. അപ്പം ഇങ്ങനെ മതം പഠിപ്പിക്കുന്ന, ഇങ്ങനെ കൊല്ലാൻ പഠിപ്പിക്കുന്ന, ഇങ്ങനെ മനുഷ്യനെ സ്നേഹിക്കാതിരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് കുറച്ച് നേരത്തെ അബ്ദുള്ള തന്നെ പറഞ്ഞു. ഇതിൽ ഹാർഡ് കോർ ആയിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, ഒരു വിഭാഗം അതിലുണ്ട്. അത്തരക്കാരാണ് പ്രശ്നം എന്ന് കുറച്ച് നേരത്തെ പറഞ്ഞ അദ്ദേഹം തന്നെയാണ് ഇപ്പം തിരുത്തുന്നത്, എന്നെ പൊട്ടനാക്കുന്നത്, എനിക്ക് ഒന്നും അറിയില്ല വിഡ്ഢിയാക്കുന്നത്. അപ്പൊ അദ്ദേഹം മറന്നു. അപ്പൊ ഇങ്ങനെ ഹാർഡ് കോർ ആയിട്ടുള്ള ഈ ഖുർആനിലെ ഇത്തരം വചനങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഇത്തരം അതെ, നല്ല പിതാവിന് പിറക്കണം എന്നുള്ളൊരു വാക്കുണ്ട്.
നല്ല പിതാവിന് പിറന്നാൽ നല്ല ഗർഭപാത്രത്തിൽ പിറക്കണം, മാനവികത അല്ലെങ്കിൽ മനുഷ്യനാവണമെങ്കിൽ എന്ന് വേദം പഠിപ്പിക്കുന്നുണ്ട്. നല്ല ഗർഭപാത്രത്തിൽ നല്ല യോനിയിൽ പിറക്കണം എന്നുള്ള വാക്കുണ്ട്. ആ വാക്ക് ഉൾക്കൊള്ളുന്നവനാണ് ഞാൻ. ചിലർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം, വേറൊന്നുമില്ല. ശരി, നമുക്ക് അത്തരം വൈകാരികമായ ഒരു തലത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകേണ്ടതില്ല, ഈ ചർച്ചയെ കൊണ്ടുപോകേണ്ടതില്ല. ഞാൻ ശ്രീ അലി അക്ബറിനോടും ശ്രീ ഒ അബ്ദുള്ളയോടും വ്യക്തിപരമായിട്ട് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞാൻ വളരെ മാന്യമായിട്ട് നമ്മൾ ഈ രീതിയിൽ പല വിഷയങ്ങളിലും ചർച്ചകൾ നയിച്ചവരാണ്. മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. വളരെ മാന്യമായി ആരോഗ്യപരമായി ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ ഹർട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞ 10% വരുന്ന അതല്ലെങ്കിൽ ഹാർഡായിട്ട് അദ്ദേഹം പറയുന്നു ഇസ്ലാമിനെ ഇങ്ങനെ വിവക്ഷിക്കുന്ന കുറച്ച് ആളുകളുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഞങ്ങളല്ല, ഇവരല്ല, മറ്റുള്ളവരല്ല, പക്ഷേ അവരുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങളെ അദ്ദേഹം ബ്ലോക്ക് ചെയ്യുന്നത്. എന്തായിക്കോട്ടെ, അത് ഞാൻ വിടുക. അദ്ദേഹത്തിനോട് മറുപടി പറയാൻ ഞാൻ ആളുമല്ല. പക്ഷേ ഇതുണ്ട് എന്നുള്ളത് സത്യമാണ്. ലോകത്തിൽ ഇത് സൗദി അറേബ്യയിൽ ഇന്നും ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ ഈ കേരളത്തിലെത്തുന്നുണ്ട്. ഈ പറഞ്ഞ ആളുകളെ സ്നേഹിക്കരുത്, ആളുകളെ കൊല്ലണം എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇട്ട് തരാം, വായിച്ചു നോക്കൂ. എന്തായാലും അത് അവിടേക്കൊന്നുമില്ല പോകുന്നത്. പക്ഷേ ഇതൊരു സത്യമാണ്. ഈ പറയുന്ന ഇതിലിപ്പോൾ എത്ര ക്രിസ്ത്യാനികളുണ്ട് നോക്കൂ. ഈ പറയുന്ന നിമിഷ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു സ്ത്രീ, അവർ പറഞ്ഞു ഞാൻ നല്ല നായരാണെന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടിയെ അവർ നായരായിട്ട് അല്ലെങ്കിൽ ഹിന്ദു ആയിട്ട് വളർത്തിയിട്ടില്ല, അത് വേറെ കാര്യം. ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനിയായിട്ട് വളർത്തുന്നില്ല. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവർക്ക് തട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നത്. അവനവൻ്റെ ധർമ്മത്തെക്കുറിച്ച് ആ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല. ആ ധർമ്മത്തില്ലാതെ കുട്ടികൾ വെറും കുഞ്ഞുങ്ങളായി വളർത്തി അവരെ വെറുതെ വിട്ടു. ആർക്ക് വേണമെങ്കിലും വളച്ചെടുക്കാവുന്ന രീതിയിലേക്ക് മാറി അവരുടെ ധർമ്മമില്ലാത്ത കുട്ടികളായി വളർന്നു. അത് മറ്റൊരു കാര്യം. അതൊന്നും നമ്മൾ ഡിസ്കഷന് വേണ്ടി പറയേണ്ട കാര്യമല്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടത് ക്രിസ്ത്യാനികൾക്കുണ്ട്. ഹിന്ദുവിന് മാത്രമല്ല, ആ ക്രിസ്ത്യാനികൾ ഇന്ന് മുറവിളിയിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ പോയി എന്നറിയില്ല. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടും. നമ്മളിപ്പോൾ പറയുന്ന 4-5 പേരല്ല. കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇതേപോലെ മുസ്ലിങ്ങൾ വിവാഹം കഴിച്ചു കൊണ്ടുപോയിരിക്കുന്നത് മാത്രം അറിയാം. അവരെവിടെയാണ് എങ്ങനെയാണ് എന്നറിയില്ല. ഒരു കുട്ടി മിസ്സിംഗ് ആയിട്ട് 4 വർഷമായി ഇല്ലേ? ഒന്നും അറിയില്ല, ആർക്കും അറിയില്ല. ഇങ്ങനെ ഒന്നും അറിയാത്ത വിഡ്ഢികളായിട്ട് ഭരണകൂടം നിൽക്കുമ്പോൾ, ഇവിടുത്തെ പോലീസുകാർ നിൽക്കുമ്പോൾ ഇനിയും നിമിഷമാരുണ്ടാകും. ഒരുപാട് നിമിഷമാർ ഇനിയും ഉണ്ടാകും. ഒരുപാട് നിമിഷമാരുടെ അമ്മമാർ ഇനിയും കരയും. നമ്മൾ അവിടേക്കാണ് ചിന്തിക്കേണ്ടത്. ഇതിന് ഭരണകൂടം ഇങ്ങനെ കണ്ണടച്ച് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നാൽ എന്താ ചെയ്യുക? ഈ ആളുകളൊക്കെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇവിടുത്തെ വിചാരണ നടത്തും. വിചാരണ നടത്തി കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ എന്താണ്? തൂക്കിക്കൊല തന്നെയല്ലേ? രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തു, ലോക മാനവികതക്കെതിരെ യുദ്ധം ചെയ്തു. പക്ഷെ അവരിവിടെ കൊണ്ടുവന്നാൽ അപ്പോൾ സേവ് തുടങ്ങും. നമുക്കിപ്പോൾ ഷേവിങ്ങിൻ്റെ കാലമാണല്ലോ. സേവ് ഫാത്തിമ, സേവ് നിമിഷ എന്നുള്ള കുറേ ആളുകൾ തുടങ്ങും. കാരണം ഈ രാജ്യദ്രോഹം തൊഴിലാക്കി മാറ്റിയ കുറേ ആൾക്കാർ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട്. കേരളം മാത്രമല്ല, ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ അഥവാ അവരോട് കൊണ്ടുവന്നാൻ തുടങ്ങുന്നത് നാളെ ഈ സേവിങ് ആണ് മൊത്തം. മാനവികത അല്ലെങ്കിൽ അമ്മയുടെ ദുഃഖം ഇത് മാത്രമേ പറയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടിത്തെറിച്ചു പോയ ഒരുപാട് കുഞ്ഞുങ്ങളുടെ കാര്യം ആരും പറയില്ല. ഈ സൊസൈറ്റിക്കുണ്ടായി, ലോകത്തിനുണ്ടായ നഷ്ടം ആരും പറയില്ല. അത് സിറിയയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും അവിടെ മരിച്ചു വീണ മനുഷ്യരെ കുറിച്ച് ആരും പറയില്ല. കൊന്നവർക്ക് സഹതാപം. ആ കുട്ടിയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നിമിഷയുടെ എന്താണ് കണ്ടത്? അവർ തിരുത്താനൊന്നും ഇയാളില്ല. ഞാൻ ഈ വിശുദ്ധ യുദ്ധത്തിൽ തന്നെ ഉണ്ടാകുന്ന ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. അവർ തിരുത്തപ്പെട്ടിട്ടില്ല, മാനസാന്തരം സംഭവിച്ചിട്ടില്ല. അതെ, അതാണ് പ്രശ്നം. അവരിപ്പോഴും ആ തീവ്ര നിലപാടിൽ തുടരുന്നു, അതിൽ തന്നെ വിശ്വാസം അർപ്പിക്കുന്നു എന്നതാണ് അന്വേഷണ ഏജൻസികളും കേന്ദ്ര ഏജൻസികളും നമ്മെ അറിയിക്കുന്നത്. ശ്രീ RV ബാബു, ഈ അറിവും പക്വതയുമൊക്കെ വേണ്ടത്ര ഇല്ലാത്ത ഒരു കാലത്ത് ചിലതാൽ വശംവദരാക്കപ്പെട്ട് തെറ്റായ വഴിയിലേക്ക് നയിക്കപ്പെട്ടവർ, അവർ ഇപ്പോൾ അനുകമ്പ അർഹിക്കുന്നുണ്ടോ? അതിനകത്ത് സുബീഷേ, തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ വാക്കുകൾ വളരെയധികം മുറിവേൽപ്പിച്ചു എന്നുള്ള രീതിയിൽ വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ശ്രീമതി ബിന്ദു ഇവിടെ പറയുകയും അവര് കുറച്ച് തലചുറ്റ് അനുഭവപ്പെടുകയൊക്കെ ചെയ്തു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടു. അത് എനിക്ക് ബിന്ദുവിനോട് സഹതാപമുണ്ട്, അങ്ങേയറ്റം സഹതാപമുണ്ട്. നമ്മളെല്ലാവരും ഒരു മാതാവ് എന്നുള്ള നിലയ്ക്കുള്ള അവരുടെ ദുഃഖം നമുക്ക് മനസ്സിലാകും, എല്ലാവർക്കും മനസ്സിലാകും. കാരണം നമുക്കൊക്കെ അമ്മയുണ്ട്, നമ്മള് അച്ഛന്മാരാണ്, അമ്മമാരാണ്, നമ്മളൊക്കെ എല്ലാം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ ബിന്ദു ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, നിമിഷ ഇവിടെ നിന്ന് പോയത് ഇവിടുത്തെ രാജ്യം അവരെ അങ്ങനെ ആക്കി തീർത്തുമല്ല.
അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടമല്ല അവരെ അങ്ങനെ ആക്കി തീർത്തത്. ഭരണകൂടം ഈ നേരത്തെ അലി അക്ബർ പറഞ്ഞ പോലെ മത തീവ്രവാദത്തോട് മൃദു സമീപനം പുലർത്തുകയും മത തീവ്രവാദികളെ വേണ്ട പോലെ കൈകാര്യം ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ അബ്ദുള്ള പറഞ്ഞല്ലോ ഭരണകൂടം ഒക്കെ അതിന് ഉത്തരവാദിയാണെന്ന്. ഭരണകൂടം അങ്ങനെ നിലപാടെടുക്കുമ്പോഴൊക്കെ ഇവരൊക്കെ മനുഷ്യാവകാശത്തിന്റെ പേര് പറഞ്ഞ് ആ സർക്കാരുകൾക്കെതിരെ രംഗത്ത് വരാറുള്ള പതിവാണ് മിക്കവാറും അബ്ദുള്ളയെ പോലുള്ളവരൊക്കെ അനുവർത്തിച്ചു വന്നിട്ടുള്ളത് നാളിതുവരെ. അപ്പൊ ഇനി ഏതെങ്കിലും ഭരണകൂടം മത തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് വന്നാൽ ഇവരുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതൊക്കെ മുൻ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. പക്ഷെ എനിക്ക് ബിന്ദുവിനോട് പറയാനുള്ളത്, ബിന്ദുവിന്റെ ഒരു മകൻ അദ്ദേഹം ആർമിയിലാണ്. അദ്ദേഹം രാജ്യരക്ഷയ്ക്ക് വേണ്ടി, രാജ്യത്തെ സേവിക്കാൻ വേണ്ടി അതിർത്തിയിൽ എവിടെയോ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പടപൊരുതുകയാണ്. അദ്ദേഹത്തിന്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറായിക്കൊണ്ട് രാഷ്ട്രരക്ഷയ്ക്ക് വേണ്ടി നിലയുറപ്പിക്കുന്ന ഒരു മകന്റെ അമ്മയായിട്ട് ബിന്ദുവിന് അറിയപ്പെടണോ, അതോ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി രാഷ്ട്രത്തെ വിഘടിപ്പിക്കാനും ശിഥിലമാക്കാനും വേണ്ടി ശ്രമിക്കുന്ന ഭീകരവാദികളുടെ കൂട്ടത്തിൽ അറിഞ്ഞുകൊണ്ട്, കാരണം നിമിഷ ഒന്നും അറിയാത്തൊരു കുട്ടിയല്ല, ഡോക്ടറായിട്ട് പഠിച്ച കുട്ടിയാണ്, ഡോക്ടറാകാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ്. നിമിഷയെ പോലെ സോണിയയും അതേപോലെ ബെസ്റ്റിനും ബെക്സിനും മറിയം ഇവരൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. ആരും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരല്ല, എല്ലാവരും വളരെ വിദ്യാഭ്യാസം സിദ്ധിച്ച ആൾക്കാരാണ്. അപ്പോ അവരറിഞ്ഞുകൊണ്ടാണ് ആ മാർഗം സ്വീകരിച്ചത്. ഇവിടത്തെ ഇതിനേക്കാൾ വലിയ സ്വർഗം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടി ജിഹാദ് നടത്തണം എന്ന ആ തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവർ പോയതാ. അപ്പൊ അതുകൊണ്ട് ബിന്ദു ആത്മാർത്ഥമായിട്ട് ഒരു ധീര മാതാവ് എന്ന നിലയിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ആകണം. അങ്ങനെ ആകണമെങ്കിൽ മലപ്പുറത്ത് ഒരു അമ്മയുണ്ടായിരുന്നു, നേരത്തെ അലി അക്ബർ പറഞ്ഞല്ലോ, കാശ്മീരിൽ പോയിട്ട് അവിടെ വെച്ച് വെടിയേറ്റ് മരിച്ച സമയത്ത് ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയ ആ മകന്റെ മൃതശരീരം എനിക്ക് കാണണ്ട എന്ന് പ്രഖ്യാപിച്ച ആ അമ്മയുടെ മാനസിക തലത്തിലേക്ക് ഉയരാൻ ബിന്ദുവിന് സാധിച്ചാൽ ബിന്ദു അങ്ങൊരു ധീരയായ മാതാവാണ്. നമ്മളെയൊക്കെ അങ്ങ് ഹൈന്ദവ ധർമ്മം പഠിച്ചിട്ടുള്ളൊരു അമ്മയാണ്, ഹിന്ദുത്വത്തെ കുറിച്ചൊക്കെ അറിയാമെന്ന് പറയുന്ന അമ്മയാണ്. തെജേതേകം കുലസ്യാർത്തെ ഗ്രാമസ്യാർത്തെ കുലം തെജേത് ഗ്രാമം ജനപദസ്യാർത്തെ ആത്മാർത്ഥേ പൃഥ്വീം തെജേത് എന്ന് മഹാഭാരതം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 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 കുലത്തിന് വേണ്ടി ഒരുത്തനെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കണം, ഒരു ഗ്രാമത്തിന് വേണ്ടി ഒരു കുലത്തെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കണം എന്ന് പഠിപ്പിച്ച ഭാരതീയ തത്വശാസ്ത്രം അത് നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ബിന്ദു മറക്കാതിരിക്കണം. അതുകൊണ്ട് ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് സൃഷ്ടിച്ചുകൊണ്ട് വളരെ വലിയ വൈകാരിക പരിസരത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ കാണേണ്ട ഒരു വിഷയമല്ല ഇത്. ഇവിടെ ആ പെൺകുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ അവർ ചെയ്ത പ്രവൃത്തിയിൽ ഇപ്പോ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതാരാ? ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് നമുക്കറിയാം. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ഒരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റ് stratnewsglobal.org എന്ന വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റ് നടത്തിയ ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങൾ നമുക്ക് കാണാം. ആ ഇന്റർവ്യൂവിൽ ഈ പറയുന്ന നിമിഷയും മറിയമും അതേപോലെ ഉള്ള സോണിയയും ഒക്കെ അവരാരും അവർ ചെയ്ത പ്രവൃത്തിയിൽ ലവലേശം ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധം അവരിൽ ഇല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല നിമിഷ പറയുകയുണ്ടായിട്ട്, അതായത് ഇവിടെ വിധവകൾ, അനാഥര് ഇവരെ ഈ സർക്കാർ വേണ്ട പോലെ പരിഗണിക്കുന്നു, വേണ്ട പോലെ ഇവര് അംഗീകരിക്കപ്പെടുന്നുണ്ട് ഞങ്ങൾ എന്ന് ഒരു ഇന്റർവ്യൂവില് ഇവര് പറഞ്ഞതായിട്ടും കാണുന്നു. എന്ന് വെച്ചാൽ ഈ ചെയ്ത പ്രവൃത്തിയിൽ നേരത്തെ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടക്കൊല ചെയ്ത, ഇല്ലാതാക്കിയ, ഉന്മൂലനം ചെയ്ത, ഭീകര സ്ഫോടനങ്ങൾ നടത്തിയ പ്രവൃത്തിയിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു കുറ്റബോധം ഉണ്ടായിട്ടില്ല. ഇവിടെ അബ്ദുള്ള പറഞ്ഞു ആരൊക്കെയോ ചേർന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു. ആരൊക്കെയോ ചേർന്നല്ല അബ്ദുള്ള, സക്കീർ നായിക്കിന്റെ സ്ഥാപനമായിട്ടുള്ള സംഘടനയായിട്ടുള്ള ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ, ആ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന്റെ മാനേജർ അരിഷ ഖുറേഷി എന്ന് പറയുന്നയാളുടെ ശിക്ഷണത്തിലാണ് ഈ കേരളത്തിൽ നിന്നും 10-20 പേരെ റിക്രൂട്ട് ചെയ്ത അബ്ദുൾ റഷീദിന്റെ ശിക്ഷണം. അബ്ദുൾ റഷീദ് മതം പഠിക്കുന്നത് സക്കീർ നായിക്കിന്റെ സംഘടനയിൽ നിന്നാണ്. സക്കീർ നായിക്ക് പഠിപ്പിച്ച ആ മത തീവ്രവാദമാണ് ഈ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്തത്. ഉറച്ച വിശ്വാസത്തിലാണ്, ഇസ്ലാം എന്താണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്
അവർ ഈ പ്രവർത്തനത്തിലേക്കൊക്കെ പോയത് വെറുതെയല്ല. അതുകൊണ്ട് നമുക്കിതിനെയൊക്കെ ഒരു വൈകാരിക തലത്തിലേക്ക് ശരി നിഷ്കളങ്കരായ 4 പേർ ഒരു സുപ്രഭാതത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് അങ്ങനെ മതം മാറി നാടുവിട്ട് പോയതല്ല, ഇതെല്ലാം ആസൂത്രിതമാണ് എന്ന വാദം ശ്രീ ആർ വി ബാബു മുന്നോട്ട് വയ്ക്കുന്നു. അതിന് കൂടി മറുപടി നൽകേണ്ടതുണ്ട് ശ്രീ ഒ അബ്ദുള്ള. ഞാൻ ഒ അബ്ദുള്ള അടക്കമുള്ളവരിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.